നമ്മുടെ പച്ചക്കറിയുടെ ഇടയിൽ വലിയ വലിയ കാൽപ്പാടുന്ന് അത് വേറെ ആരും നടക്കല്ല. യൂതിന്റെ ഉള്ളി ചവിട്ടി ഇതേപോലെ ഉള്ളിലെ കട തൊടാതെ ആയിട്ട് ഇട്ട് കൊടുക്കാം. എന്റെ ഇടിക്കല്ല്. അപ്പൊ ആ കടയിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. ഇതിന്റെ വയലാന്ന് പറയുന്നത് ഇത് ചൈനീസ് ക്യാബേജ് എന്ന് പറയും. കഴിഞ്ഞ വർഷം നമ്മള് എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ. വയോട്ടാ. ഇന്ന് രാവിലേക്ക് നമുക്കുള്ളത് മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറയുന്നത് വെള്ളയപ്പാണ് കേട്ടാ. അപ്പൊ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളയപ്പം ഉണ്ടാക്കുന്നത് നമ്മൾ കാണിച്ചിട്ടുണ്ട് മുന്നിൽ. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെള്ളയപ്പാണ്. ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നേ, എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടാ. അന്ന് ഈ വെള്ളയപ്പം ഉണ്ടാക്കി വിട്ടിട്ടും ഒത്തിരി പേര് കമന്റ് ഇട്ടതാണ്. അതിനുശേഷം ഈ ഒരു വെള്ളയപ്പാണ് ഞങ്ങൾ ഉണ്ടാക്കണേന്ന്. കാരണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, അതാണ് അതിന്റെ പ്രത്യേകത കേട്ടാ. അപ്പൊ വെള്ളയപ്പം മുട്ടക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളോട് പലരും ചോദിച്ചൊരു കാര്യട്ടാ, എന്റെ ഇടിക്കല്ല് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ കല്ലിന്. ഇത് നല്ല ഉപകാരമുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി നമ്മുടെ കിച്ചണിലോ അടുക്കളയിലൊക്കെ ഇട്ടാ. കാരണം ഇതിന്റെ അടിയിൽ നോക്കിയ ബുഷും ഉണ്ട്, കണ്ടാ, നല്ല ബുഷൊക്കെ ഉണ്ട്. നല്ലൊരു കല്ല് തന്നെയാണിത്, നല്ല വെയിറ്റും ഉണ്ട്. അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിൽ ചമ്മന്തി ഇങ്ങനെ ചതക്കണുണ്ട്. അപ്പോ എല്ലാവരും ചോദിച്ചു, സ്മിത ഈ കല്ല് എവിടുന്ന് മേടിച്ച്, ഇതിന്റെ റേറ്റ് എത്രയാന്നൊക്കെയാണ് എല്ലാവരും ചോദിച്ചത്. കല്ല് മേടിച്ചത് നമ്മുടെ ഒല്ലൂർ സെന്ററിലെ ഒരു മണ്ടുപാൽ എന്ന് പറഞ്ഞൊരു കടയുണ്ട്. ചെമ്പട്ടി എന്നാണ് ഞങ്ങൾ കൂടുതലും പറയാ കടേനെ. കാരണം ഇവിടെ അമ്മയുള്ള സമയത്ത് ഞങ്ങളെ കൊണ്ട് പരിചയപ്പെടുത്തിയിട്ടില്ല. ആ കടയിൽ പോയി കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ സ്ഥലങ്ങളും കിട്ടും. അങ്ങനെ അപ്പൊ ആ കടയിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. ഇതിന്റെ വയലാന്ന് പറയുന്നത് 750 രൂപയാട്ടാ. പിന്നെ ഉണ്ടല്ലോ ഇതിന്റെ പല മോഡലുകളും ഉണ്ട് കേട്ടാ. ഇതിന്റെ പൈസ കുറവുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഇതാണ് നല്ലതായിട്ട് തോന്നിയത്. പിന്നെ നമ്മളുടെ അടുക്കള കാണിച്ച സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യട്ടാ. അതായത് മദ്ദളം വലുത്, വലിയ വെയിറ്റ് ഒന്നും ഇല്ല കേട്ടാ. നമുക്ക് അങ്ങോട്ടൊക്കെ നീക്കി വയ്ക്കാനൊക്കെ എളുപ്പമാണ്. അങ്ങനെ ഒരു സംഭവം ഇതിങ്ങനെ കണ്ടപ്പോ ഭംഗി തോന്നിയിട്ട് മേടിച്ചതാണ്. അങ്ങനെ അടുക്കളയിൽ കൊണ്ടിട്ടു. ഇതിപ്പോ എന്നിട്ടാണെങ്കിൽ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഷായിട്ട് മക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇവിടെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരിവിടെ നിന്ന് ഇങ്ങനെ കഴിച്ചോളും. അങ്ങനെ ഒരു ഉപകാരമുള്ളതായിട്ട് തോന്നി. നമ്മുടെ അല്ലോടെ കാത്തിരിക്കുന്നുണ്ട്, അവൾക്ക് പാൽ കൊടുക്കട്ടെ. നമ്മുടെ അല്ലൂന് പിന്നെ പാല് കൊടുക്കാൻ വന്നറിയാലോ, അവളുടെ അടുത്ത് ഒന്ന് കൊഞ്ചി വർത്താനം പറഞ്ഞില്ലെങ്കിൽ അവള് പാല് കുടിക്കില്ല കേട്ടാ. 2-3 പ്രാവശ്യം അവളോട് പറയണല്ലോ. അപ്പൊ അതൊക്കെ പറഞ്ഞ് ഞാനിത് അവള് പാല് കുടിച്ച് തുടങ്ങിയെന്ന് കാണുമ്പോഴായിട്ട് ഞാൻ അവളുടെ അടുത്ത് നീങ്ങുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അവൾ അതവിടെ വെച്ചിട്ട് വേഗം പോരേ. കാക്കകളാണെങ്കിൽ വന്നിരിക്കുന്നുണ്ട് അവളുടെ ബാക്കിയുള്ളത് കുടിക്കാൻ വേണ്ടിയിട്ട്. ഇന്നേ കാലത്ത് ഷായിട്ടനോട് പറയായിരുന്നു കേട്ടാ, നമ്മുടെ പറമ്പിലേക്ക് ഷായിട്ട് രാവിലെ തന്നെ വേഗം ഇറങ്ങും ഇങ്ങട്. അപ്പൊ നമ്മുടെ ചക്ക ഒരെണ്ണം കൊത്തിണ്ടെന്ന് നോക്കിയേ. ഈ ചക്ക പഴുത്തിട്ട് നല്ലതായിട്ട് കൊത്തി നോക്കണത് നമ്മുടെ അണ്ണാമാർക്കൊക്കെ മനസ്സിലായി തോന്നുന്നുണ്ട്. പഴുത്ത ചക്ക നമ്മുടെ നിന്ന് കിട്ടില്ലാന്ന്. അപ്പൊ പച്ച ചക്ക വന്ന് കാര്യം അവര്. അന്ന് ഇരിക്കാണെങ്കിലോ നമ്മൾ ഈ പറമ്പിൽ തിന്നാനായിട്ട് നോക്കി 2 കൊല കായ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെട്ടിയില്ല, അവർ കഴിച്ചോട്ടെ. കത്തകളും അണ്ണാമാരൊക്കെ കൂടുതലാണ് നമ്മുടെ പറമ്പിലേ. അപ്പൊ അത് കാരണം അപ്പൊ നോക്കിയേ ഈ ഒരു കണ്ട കൊല കൊടുത്തത് അതും തിന്നു തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ അപ്പുറത്തത് ആ ഒരു കൊല കൊടുത്തത് അതും തിന്നുന്നുണ്ട്. പക്ഷെ അവർക്ക് തോന്നുന്നുണ്ട് ഞങ്ങക്ക് പഴമൊക്കെ തിന്ന് മതിയായി, ചക്കയുടെ ടേസ്റ്റ് ഞങ്ങക്ക് അറിയുമെന്ന് തുടങ്ങിയെന്ന് തോന്നുന്നു. ചക്ക അല്ലെങ്കിൽ പച്ചച്ചക്ക വന്ന് കാര്യമില്ല അവര്. ഇനിയിപ്പോ എന്നിട്ടാണെങ്കിലേ നമ്മുടെ അവിടെ നല്ല വലിയ കുമ്പളങ്ങ പൊട്ടിക്കണം. ഇന്നത് പൊട്ടിക്കണം. ചായ എന്നുണ്ടെങ്കിൽ എനിക്കത് പൊട്ടിക്കാൻ സുഖമുള്ള നല്ല വലിപ്പുണ്ട്. പിന്നെ നോക്കി നമ്മുടെ ക്യാരറ്റ്. ഈ ക്യാരറ്റിന്റെ ഇടയില് കുറച്ച് ചീരത്തൈകളാണ് നിൽക്കുന്നത്. അവരെ പറിച്ച് നടണമെന്ന് വിചാരിച്ചിട്ടാ നമ്മളിങ്ങനെ നിർത്തിയിട്ടുള്ളത്. പിന്നെ പുതിയൊരു ഇതിട്ടാ, പുതിയെന്നല്ല കഴിഞ്ഞ വർഷവും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത് ചൈനീസ് ക്യാബേജ് എന്ന് പറയും. കഴിഞ്ഞ വർഷം നമ്മള് പൊട്ടിക്കേണ്ട കാണിച്ചിട്ടുണ്ട്. ഈ വട്ടം തൈകളൊക്കെ ഒന്ന് വലുതായിട്ടുണ്ട്. അതിന്റെ ചെറിയ തൈകൾ ഇപ്പുറത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഉള്ളി. നമ്മുടെ അവിടുത്തെ പറമ്പിലും ഉള്ളി നട്ടിട്ടുണ്ട്. ഇന്ന് അങ്ങോട്ട് പോകണം. ആ ഉള്ളിക്ക് വളടാറായിട്ടുണ്ട്. ഇവർക്ക് ഇടാറായിട്ടില്ല. ഇതുകൂടി വലുതാണ് എന്നിട്ട് ഇട്ട് കൊടുക്കുള്ളൂ നമ്മള്. നമ്മുടെ പറഞ്ഞില്ലേ നമ്മുടെ പച്ചക്കറിയുടെ ഇടയിൽ വലിയ വലിയ കാൽപ്പാടുന്ന്, അത് വേറെ ആരില്ല കേട്ടാ, നമ്മുടെ ചാർലിയുടെയാ. ചാർലി ഇതിന്റെ ഉള്ളിൽ കൂടെക്ക് നടന്നപ്പോ നോക്കി വലിയ കാല്. ഇവരാണ് ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന ആൾക്കാര്. മനസ്സിലായി ചാർലി? നീ
അപ്പൊ വേറെ ജീവിന്നല്ല, നമ്മള് പേടിച്ച പോലെയൊന്നും ഇല്ല, നമ്മുടെ ആൾക്കാർ തന്നെയാണ്. നീ നടക്കല്ല, അയ്യോ ഇതിന്റെ ഉള്ളിൽ ചവിട്ടി ഓടിച്ചു. ഇവളാണെങ്കി ഉണ്ടല്ലോ അനിയനെ കെട്ടിരുന്നവരെ ഇവിടെ ചുറ്റിപ്പറ്റി നടക്കും ഇതിന്റെ ഉള്ളില്. നമ്മുടെ പിന്നാലെ എങ്ങടെ പോണേന്നൊക്കെ നോക്കിട്ടേ അത് അവിടെ നിക്കണ്ട്. നോക്കി നമ്മുടെ വീട്ടിലുണ്ടായ ഒരാളാട്ടത്, കുമ്പളങ്ങിന് ആ സംഭവം. ആളാണെങ്കിൽ ശരിക്കും നമ്മൾ ഞെട്ടിച്ചും കളഞ്ഞു. അപ്പൊ കാണുമ്പോ തന്നെ അറിയാം ഒരു പ്രത്യേകത ഇതിന്. ഇതിങ്ങീ വലുതാവുന്നുണ്ടോ നോക്കണില്ലേ നമ്മള്. ആളാണെങ്കിൽ ഇപ്പൊ തന്നെ ഒരു സംഭവമായിട്ടുണ്ട്. എന്തായാലും നമുക്കിത് മുറിച്ചെടുത്തിട്ട് നോക്കാത്. അമ്മോ, വിചാരിച്ച മാതിരിയല്ല, നമ്മുടെ കൊള്ളീരെ പോലെ തന്നെ നല്ല കനുണ്ട് ഇത്. നോക്കിയോ ഇവന്റെ വലുപ്പം. ഒരു ശരിക്കും പറഞ്ഞ ഒരു 2 അടിയിലും മേലിണ്ട് ഇത് വലിപ്പത്തിന്റെ. നമ്മള് ചില ഈ കുമ്പളങ്ങ ഇല്ലേ, മുൻപൊരെണ്ണം ഉണ്ടായിട്ടുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ വീഡിയോയില് കട്ടുണ്ട്. ഒരു തടിയും കുമ്പളങ്ങ. അതും തന്നെ മുളച്ചുണ്ടായതാ. ഇതും തന്നെ ഇവിടെ ഉണ്ടായി മുളച്ചതാ. നമുക്ക് ആ കുമ്പളങ്ങയുടെ പക്ഷെ പേരറിയില്ല, അത് കാരണം ഇതിനും അറിയില്ല ശരിക്കും പേര്. ഞാൻ ഷായോട് പറയായിരുന്നു ഈ കുമ്പളങ്ങ എന്താ പെട്ടെന്ന് പെട്ടെന്ന് വലുതാവാനേ, നമ്മുടെ സാധാ കുമ്പളങ്ങ പോലെയല്ല, പക്ഷെ ഇത്ര നീളം നല്ലൊരു കുമ്പളങ്ങ ആയിരുന്നു നമുക്ക് ഇപ്പോഴല്ലേ മനസ്സിലായേ. പിന്നെ നമ്മുടെ അന്നത്തെ കുമ്പളങ്ങ അല്ലെ, തടിയ കുമ്പളങ്ങ, അത് ഇതേപോലെ കൊണ്ടനായിരുന്നു കേട്ടാ. അപ്പൊ ഞങ്ങളിങ്ങനെ പറയായിരുന്നു ഇത് എന്തൊരു വലിപ്പാ. പക്ഷെ ഇതേപോലെ തന്നെ എനിക്ക് അതിന്റെ പേരൊന്നും അറിയില്ലായിരുന്നു. തടിയൻ കുമ്പളങ്ങയാന്ന് പറയാന്നുള്ളത് നമുക്ക് കമന്റിൽ കൂടെ ആയിട്ട് കുറെ പേര് പറഞ്ഞു തന്നത്. അതേപോലെ തന്നെ ഈ ഒരു കുമ്പളങ്ങക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പേരുണ്ടെങ്കിൽ പറഞ്ഞു തന്നോളൂട്ടാ. നമ്മളെ വിത്ത് പാവിട്ടുണ്ടായിട്ടുള്ള കുമ്പളങ്ങളൊക്കെ ചെറുതുകളായിരുന്നു. ഒരു ഇത്രയില്ലേ, അത് ഇത്രയ്ക്ക് വരെ എത്തിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു അടിയൊക്കെ അത്ര തടി ഉണ്ടായിരുന്നു, നീളം കുറവായിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഭയങ്കര പ്രത്യേകത. അപ്പൊ നമ്മുടെ കറി ഇതല്ലേ, അപ്പൊ കറി വയ്ക്കുമ്പോ വേണം. കൺമണിക്കുട്ടി താന്ന് സ്കൂളിൽ പോണത് ആരെ കൂടിയാ? മിഠായി അച്ചാച്ചന്റെ കൂടെ. ഷായടിനെ വിളിക്കാൻ മിഠായി അച്ചാച്ചൻ നാട്ടാ. അത് പണ്ടേ മുതൽ ഇവിടെ ചേട്ടന്മാരെ കുട്ടികളൊക്കെ ഇട്ടുള്ള പേരാണ്. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും മിഠായി അച്ചാച്ചനെ വിളിക്കുക. അപ്പൊ കൺമണിക്കുട്ടിയുടെ അച്ചാച്ചന് ഇന്ന് നേരത്തെ സ്ഥലത്തേക്ക് പോകേണ്ട വന്നു. അപ്പൊ ഇന്ന് കൺമണിക്കുട്ടി ഇതാ ഇന്ന് മിഠായി അച്ചാച്ചന്റെ കൂടെ സ്കൂളിൽ പോവും. പിന്നെ കൺമണിക്കുട്ടിയുടെ അമ്മയ്ക്ക് ജോലിയുണ്ട്. അപ്പൊ അമ്മേനെ കൂടി വെയിറ്റ് ചെയ്തിട്ടിരിക്കണേ. കൺമണിക്കുട്ടി യൂണിഫോം ഒക്കെ മാറിയപ്പോ ബാഗും കൊണ്ട് ഇങ്ങോട്ട് പോന്നു. ഇപ്പൊ അമ്മ വന്നു കഴിഞ്ഞാ പോവും. കൺമണിക്കുട്ടിക്ക് എക്സാം ആണ്, അപ്പൊ നേരത്തെ വരും ചെയ്യാന്ന് വീട്ടിലേക്ക് അല്ലേ. ഇന്നെന്താ എക്സാം പൊന്നുന്നെ? 2 എക്സാം ഉണ്ട പൊന്നുന്നെ. ഉച്ചയാകുമ്പോ 2 എക്സാം കഴിയും ചെയ്യും. അച്ചോ ആ ചാച്ചന് വന്നാണ്ടേ കൺമണിക്കുട്ടീനെ. കഴിക്കുന്നു ചാർലി അല്ലേ. അങ്ങോട്ട് പോവും കൺമണി കുറച്ച്. ഇനി എന്നിട്ടെന്നറിയോ, എന്താ പറയാ, നോക്കി നമ്മുടെ മുറ്റം കിടക്കണത് നല്ല കാറ്റുകാലല്ലേ. രാവിലെ നേരത്തെ എന്നിട്ട് അടിക്കാൻ പറ്റില്ല, അപ്പൊ ഭയങ്കര കാറ്റാണ്. അപ്പൊ ഈ ഒരു സമയവും കാറ്റില്ലാത്തൊരു ടൈം നോക്കിയിട്ടാണ് അടിച്ചു വരിക. അപ്പൊ ഇനി നല്ലൊരു യുദ്ധമാണ്. ഇതേപോലെ തന്നെയാട്ടാ വീടിന്റെ 3 സൈഡ് എടുക്കുക. ഈ ഒരു സൈഡിൽ അധികം വൃക്ഷങ്ങളില്ലാത്ത തന്നെ വലിയ കുഴപ്പമില്ല. ബാക്കി ബാക്കും ഇവിടെ ഒക്കെ ഇങ്ങനെ പറന്ന് കാറ്റിന്റെ ദിശയ്ക്കനുസരിച്ച് എന്താ പറയാ ഫ്രണ്ടിലേക്കാണ്, വീടിന്റെ ഫ്രണ്ടിലേക്കാണ് പറന്നു വരുന്നത്. അപ്പൊ ഇനി അടിക്കട്ടെ. അങ്ങോട്ട് കുറവാണ്, അവിടത്തെ കരടൊക്കെ ഇങ്ങടെ പോകാൻ നോക്കണേ. നമ്മുടെ ഈ ചാമ്പയുടെ അല്ലേട്ടാ കൂടുതൽ കൊഴിയണത് ഇവിടെ. ഇങ്ങനെ ഓരോ ഭാഗത്ത് കൂട്ടി കൂട്ടിയിടും. ലാസ്റ്റ് ഒക്കെ കോരി നമുക്ക് നമ്മുടെ പറമ്പിലേക്ക് കൊണ്ടുപോവാം. ഇനിയിപ്പോ ചാക്കില് വാരിയിട്ട് നമുക്ക് നേരെ പറമ്പേ കൊണ്ടുപോവാ. ചാക്കെടുക്കട്ടെ. സിംബുട്ടാ, സിംബിയാണി കരയണ നോക്കിയേ. എന്നെ താഴെ കാണുമ്പോഴത്തെ കരച്ചില്ല. ഇതായിരിക്കും എന്റെ മോൻ. എന്റെ പൊന്നോ, എന്റെ പൊന്നോ, അമ്മ വരാം. അമ്മ വരുന്നുണ്ട്, പണികൾ കഴിയട്ടെ. അമ്മേ പണികൾ കഴിയുമ്പോ വരാട്ടാ. അമ്മയുടെ പണി കഴിയുമ്പോ വരാം. അവനുണ്ടല്ലോ സാധാരണ പൂച്ചുകുട്ടികൾ കഴിയണ പോലെ മ്യാവൂന്ന് പറഞ്ഞിട്ട് കഴിയാണ്. എനിക്ക് ഇത്ര സങ്കടമില്ല.
ഇവനുണ്ടല്ലോ എന്ന് പറഞ്ഞ കറിയുള്ളൂ. പാവോ, ഞാനിവിടെ കിടന്ന് നടക്കണ്ട അപ്പൊ തുടങ്ങും സങ്കടം പറയല്. ചക്കി ഉറങ്ങ വരുന്നുണ്ട്, ഉറങ്ങട്ടാ. നമ്മള് മിണ്ടുമ്പോ മിണ്ടാതിരിക്കും, നമ്മളെ കാണാണ്ടായി തുടങ്ങും കരച്ചിൽ. ഇനിയിപ്പോ ഈ ചവറൊക്കെ വാരി, ഇതേ ഇപ്പൊ ഇന്നലെ വാരി വെച്ച ചാക്കിലത്തെ ചവറത്, അപ്പൊ ഇതും കൂടി കൊണ്ടുവന്ന് വെച്ച് ഒന്നരാട കൊണ്ടുവിട്ടുള്ളൂ ആ പറമ്പില്. നമ്മുടെ ഈ ചാമ്പമത്തെ ചാമ്പയ്ക്കും ഏതാണ്ട് കഴിഞ്ഞുട്ട്, അതിപ്പോ ഒരെണ്ണം താഴെ വീണെടുക്കുന്നുണ്ട്. അതൊക്കെ ഏറ്റവും മുകളില് പെട്ടെന്ന് നമുക്കത് തിന്നാൻ കിട്ടിയിട്ടില്ല കേട്ടാ. ഞാൻ ഈ വഴിക്കന്നെ അതവിടെ കൊണ്ടിട്ട് വരട്ടെ. വരാ സിംബപ്പെത്തും. ഞാനേ നമ്മുടെ അവിടുത്തെ ഒരു മുളക് നോക്കിയേ, മഞ്ഞമുളക് കേട്ടാ. ഇതാ എന്താ എന്ത് ഭംഗി, നല്ല ഭംഗിയുള്ളൊരു കളറ്. ഇനി നമ്മുടെ ചവറിടാൻ പോവാ. ഉണ്ടായി വരുമ്പോ പച്ച അല്ലേ, പക്ഷെ അതൊരു കുറച്ച് ടൈം കഴിയുമ്പോ അത് മഞ്ഞ കളറിലേക്ക് ആവണത്. തുടക്കം അത് ഇനി പഴുക്കുമ്പോ മഞ്ഞ കളർ വരുന്നതാണോ, അത് ഞാൻ മുളക് മഞ്ഞ കളറാണോ അതൊന്നും അറിയില്ല കേട്ടാ. കാരണം തുടക്കം കാണുമ്പോ നല്ല പച്ച കളറ്, ഇപ്പൊ ഇതാ ഒരു വിധം നല്ല വലിപ്പം നല്ല മഞ്ഞ കളർ വന്നിട്ടുണ്ട്. ഇന്നിപ്പോ ചവറ് നമ്മള് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ഒറ്റ പച്ചക്കറികളുടെ കടക്കിലല്ല ഇടുന്നത്. കാരണം നമ്മുടെ പറമ്പിൽ കുറെ ഉണ്ടായിരുന്നു, കുറെ വേസ്റ്റ്. അതായത് ഓരോന്നൊക്കെ ഉണ്ടായിട്ട് എന്താ പറയാ, അതൊക്കെ കളയേണ്ട ടൈമായിരുന്നു. അപ്പൊ അതൊന്നും അധികം അങ്ങടെ ഓരോന്നിന്റെ കടക്കിലേക്ക് വാരിടാൻ ഉണ്ടായില്ലേ. കാരണം ദിവസം അടിക്കുമ്പോ തന്നെ എനിക്ക് ചവറുണ്ട് ഇടാനായിട്ട്. അപ്പൊ ചായിട്ട് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാ അത്യാവശ്യം വലുപ്പമുള്ള ഒരു കുഴി തന്നെ കുത്തിയിട്ടാ. എന്നിട്ട് അതില് കുറച്ച് എന്താ പറയാ പട്ടയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അതിലിട്ട് ഒന്ന് കത്തിച്ചെടുത്തു. അപ്പൊ വെണ്ണീറായല്ലോ. പിന്നെ ഉണ്ടായിരുന്ന കുറെ ഈ സൈഡിലെ കൊള്ളി നട്ടന്റെ ഭാഗത്ത് കുറെ കണ്ട് പടർന്ന പുല്ലും അതൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വലിച്ചു വാരിയിട്ടു. അപ്പൊ ഇന്ന് കൊണ്ട ചവറും കൂടി അതിലിടാന്ന് വെച്ചിട്ടാ. പിന്നെ ഒരു മത്തയുടെ ഒരു ഭാഗം കൂടി ഉണ്ട്, അതും ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പൊ ഈ കുഴി മൂടി കിട്ടും, മണ്ണാണെങ്കിൽ നമുക്ക് കിട്ടും ചെയ്തു കൂടുതൽ. ഇതൊരു ദിവസം മുന്നേ വാരി വെച്ചതാട്ടാ, അതുകൊണ്ടാണ് അത് ഇങ്ങനെ നനഞ്ഞോണ്ടിരിക്കണേ. ഇത് നമ്മൾ ഇന്ന് വാരി ഇത് എന്റെ ചാക്ക് കീറി, എന്തെങ്കിലും സാരില്ല. ഇതിലെന്താ നടണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളത് ഓരോന്ന് ഇട്ട് ഇങ്ങനെ ഇടണ്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ മത്തയുടെ ഒരു ഭാഗം, ആ മത്താട്ടെ ഇപ്പൊ നമ്മൾ വൃത്തിയാക്കാൻ പോണ മത്ത, അത് അതിന്റെ അടുത്ത് വെച്ചിട്ട് ഞാൻ പറയാട്ടാ. അങ്ങോട്ട് പോവാ നമുക്ക്. പിന്നെ ഒരു കാര്യട്ടാ, നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചില്ലേ, നമ്മുടെ സബോള നട്ടിട്ട് ഇവിടെ ഒരു ജീവി, എന്തോ ഒരു ജീവി അറിയില്ലായിരുന്നു, ഇങ്ങനെ ആകെ വെളിച്ച് വരണം കിടന്നിരുന്നേന്ന്. അപ്പൊ ഞാൻ അന്നേ പണ്ടായിരുന്നു നമ്മുടെ സബോള ചെറുതായിട്ട് വേരൊക്കെ വന്ന കാര്യട്ടാ. അപ്പൊ നോക്കി നമ്മൾ നട്ടുകൊടുത്തു. ഇപ്പതാ ഇങ്ങനെ ചെറുതായിട്ട് മുള വന്നു തുടങ്ങി. എത്ര പെട്ടെന്ന് വന്നേ, 2 ദിവസം കൊണ്ട് മുള വന്നവര്. കുറെ പേർക്ക് വന്നിട്ടില്ല, അങ്ങനെ കുറെ പേർക്ക് വരുന്നുണ്ട്. പക്ഷെ അവര് 2 ദിവസം കഴിയുമ്പോ അവരും മുളയ്ക്ക് വരൂട്ടാ. പിന്നെ നമ്മുടെ ഉള്ളിയുടെ അടുത്തേക്ക് വരണം, ഉള്ളിക്ക് ഇന്ന് വളമൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പൊ അതിന് മുന്നേ എന്തായാലും ആ ഒരു ഭാഗം വൃത്തിയാക്കാനുള്ള ഭാഗം കൂടി പോയിട്ടൊന്ന് വൃത്തിയാക്കട്ടെ.
ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാൻ പറഞ്ഞല്ലോ, മത്തം, കുമ്പളം, വെള്ളരി, ഈ 3 സാധനം നമ്മൾ ഒരുമിച്ച് ഒരു സ്ഥലത്താണ് പടർത്തിണ്ടായിരുന്നത്. പക്ഷെ 3 പേരും ഉണ്ടായി കിട്ടി. പക്ഷെ നമ്മുടെ വീട്ടിലത്തെ ആ മത്തങ്ങ നമുക്ക് ഒത്തിരി മത്തങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ഇവിടുത്തെ ഈ മത്തങ്ങ അധികം മത്തങ്ങ ഒന്നും ഉണ്ടായില്ല കേട്ടാ. അതുപോലെ വെള്ളരി ആയില്ല, അത് ഇപ്പോഴും ഉണ്ട്. പക്ഷെ എവിടെയാണ്, ഇവിടെ ഒരാളുണ്ടായിരുന്നല്ലോ. അതെ, കണ്ടാ, ഈ വെള്ളരിക്ക് ഒരു പ്രത്യേകത ഉള്ളതില്ലേ, എല്ലാവർക്കും ഇതേപോലെ വരുമായിരുന്നു. അപ്പൊ ഇതാ ഇനിയിപ്പോ ഇതുമ്മേ എന്താ പറയാ, വാരി കോരി ഉണ്ടാവണില്ല. ഓരോന്നൊക്കെ ഉണ്ടാവണുള്ളൂ. ഒരെണ്ണം ഉണ്ടായി, പിന്നെ കുറെ നാൾ കഴിയുമ്പോൾ ഒരെണ്ണൊക്കെ ഉണ്ടാവണ കേട്ടാ. അപ്പൊ ഈ വെള്ളരി നമുക്ക് പൊട്ടിച്ചെടുക്കാം. ബലൂണൊക്കെ പോലെ തോന്നണ എനിക്ക്. പിന്നെ ഇതാ ഇപ്പുറത്തെ ഒരു കുമ്പള കണ്ട, കുമ്പളത്തെ പക്ഷെ നാശായി പോയി ചെയ്തു. അപ്പൊ അത്ര അങ്ങടേ നല്ല ക്വാളിറ്റി ഉള്ള വിത്തല്ലായിരുന്നു തോന്നുന്നു. കാരണം നമുക്കറിയാം, നമ്മുടെ ഇന്നിപ്പോ നമ്മള് രാവിലെ വീട്ടിൽ പൊട്ടിച്ച കുമ്പള അത് അത്രയും വലുതല്ലേ. പക്ഷെ ഈ 3 തൈയും അത്രയ്ക്ക് അങ്ങോട്ട് നന്നായില്ല. ഇനിയിപ്പോ ഈ മാവിന്റെ അടിയിലായ കാരണം എന്താന്ന് അറിയില്ല കേട്ടാ. പക്ഷെ നമ്മുടെ ഈ വെള്ളരി കുറെ ഉണ്ടായി, ഗ്യാപ്പിട്ട് നന്നായിട്ടുണ്ടായി. മത്തങ്ങ ഉണ്ടായി. മത്തങ്ങ അമ്മ വന്ന സമയത്ത് ഇതുമത്തെ മത്തങ്ങ പൊട്ടിച്ചിട്ടാണ് നമ്മളന്ന് കറിയൊക്കെ വെച്ചത്. അപ്പൊ എന്തായാലും ഈ ഭാഗം ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. ഇത് നമ്മുടെ കുമ്പളത്തിന്റെ വള്ളി കേട്ടാ. കുമ്പളത്തിന്റെ വള്ളി മേലും കണ്ട ചെറിയ കുമ്പളം നിൽക്കുന്നത്. ചിലപ്പോ ഉണ്ടാവും, ചിലപ്പോ കൊഴിയാം. ഇത് കുമ്പളത്തിന്റെ വള്ളി. പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞല്ലോ, അതേന നമ്മുടെ വെള്ളരി, കുഞ്ഞു വെള്ളരി ഓരോ നമ്മൾ പൊട്ടിച്ചില്ലേ കണ്ട. ഇവരൊക്കെ ഇനി വലുതായി വരുമ്പോ അതിന്റെ തുമ്പ് ഇങ്ങനെ കൂർത്തോളം വരും. അതേപോലെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ മത്തയില അതേ നോക്കിയേ കണ്ട. ഇവിടെ ഒരു എക്കില് കായുണ്ട്, ഇവിടെ വെക്കില് കായുണ്ട്. പക്ഷെ നമുക്ക് പുതിയത് നട്ടുകൊടുത്തിട്ട് ഇനി ഉണ്ടാക്കാം. ഇത് കളയാന്ന് വിചാരിച്ച് നമ്മൾ വന്നതല്ല, അപ്പൊ നമുക്ക് കളയാത്. കാരണം ആകെ എന്താ പറയാ, ആകെ ഒരു വൃത്തികേടായിട്ട് കിടക്കണേ. നമുക്കുണ്ടല്ലോ ഇങ്ങനത്തെ മത്ത, കുമ്പളങ്ങ ഇതൊക്കെ വൃത്തിയാക്കാൻ സുഖമുണ്ടാവും. ഒരു ഭാഗത്ത് നിന്നിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടിരുന്നാ മതി. എന്തെങ്കിലും ഇങ്ങോട്ട് പോന്നോളൂ. ഇതിന്റെ അടിയിലൊക്കെ നമ്മളിങ്ങനെ ചുള്ളലുകളൊക്കെ ഓരോന്നിന് കുത്തുടക്കാൻ വേണ്ടിട്ടേ കിട്ടണ ചില്ലകളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നേ. പൂതലിച്ചതാ, അതൊക്കെ കത്തിക്കാനേ പറ്റുള്ളൂ. അയ്യോ, വണ്ടി ഇവിടെ വെച്ചത് പെട്ടു. ഇത് കൊളുത്തി വലിച്ചു. ഒരു 2 വട്ടം കൂടി എടുക്കാനുള്ളതുണ്ട്, അതും കൂടി എടുത്തിട്ട് വരട്ടെ. അതിന് മുന്നേ ഞാൻ എന്റെ വണ്ടിയിൽ ഒന്നുകൂടെ ഒതുക്കി വെക്കട്ടെ. ഇതുമ്പോ തടഞ്ഞിട്ട് ഞാനും വീണേനെ. ഇനി നമുക്ക് എന്നിട്ടാ പറയാം, നമ്മുടെ ഉള്ളിക്ക് വളമിട്ട് കൊടുക്കണം. നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിക്ക് ഇടുന്ന വളം ഇതില് കപ്പലണ്ടി പിണ്ണാക്കുണ്ട്, വേപ്പിൻ പിണ്ണാക്കുണ്ട്, എല്ലുപൊടി ഉണ്ട്, കമ്പോസ്റ്റ് ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ അതെല്ലാതും ഓരോ എന്താ പറയാ, ഓരോ അളവിലായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. അതൊരു തുണ്ട് കൂടുകൊണ്ടോ കുറഞ്ഞുകൊണ്ടോ ഒന്നും കുഴപ്പമില്ല, നമുക്കറിയാലോ. അപ്പൊ ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ അറിയാം ഞാൻ എത്രയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതനുസരിച്ച് നമ്മൾ എടുത്തിട്ട് ഇട്ടാൽ മതിട്ടാ. അപ്പൊ നമ്മളിതാ ഉള്ളിക്ക് വളടുമ്പോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഉള്ളിലെ കട തൊടാതെ ആയിട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ആക്കും. അല്ല, ചെറുതായിട്ട് ചാല് പോലെ ഇങ്ങനെ എടുത്ത്, അധികം താഴ്ചയൊന്നും വേണ്ട കേട്ടോ, വേണ്ട. അതേപോലെ ഇതാ ഈ ഇടയിൽ ഇങ്ങനെ എടുക്കുള്ളൂ.
അത് കാരണമാണ് നമ്മൾ ഉള്ളി വെക്കുമ്പോ എപ്പോഴും ഒരടി അകലത്തിൽ വെച്ചിരുന്നത്, ഈ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഇത് എടുത്തു കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇതിലിട്ട് കൊടുക്കും. കുറേശ്ശെ നോക്കിയേ, ഇങ്ങനെ ഇട്ട് കൊടുക്കുള്ളൂ കേട്ടാ. ഇതേപോലെ ഇട്ട് കഴിയുമ്പോ നമ്മള് മുകളിലേക്ക് ഇങ്ങനെ മണ്ണ് തട്ടി കൊടുക്കും. നനയ്ക്കുമ്പോ ഇത് കുതിർന്ന് ഇതിന്റെ ആവശ്യത്തിനനുസരിച്ച് ഇതിലേക്ക് വളം ചെന്നോളൂ കേട്ടാ. നമ്മളുണ്ടല്ലോ ഈ വീഡിയോയില് ഉള്ളി നടണത് തൊട്ട് നമ്മളിതാ വളരുന്നത് എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. പുള്ളി നമ്മൾ നട്ടിട്ട് അമ്മേനെ കാട്ടിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിലാണ് ഞാൻ ഈ ഉള്ളിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഒരു 10 ദിവസമായിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും നമുക്കിത് ഈ വലുപ്പമായിട്ട് നമ്മൾ വളമിട്ട് കൊടുത്തു തുടങ്ങിട്ടാ. ഒരു കൃത്യം 60 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളി പറിച്ചെടുക്കാം കേട്ടാ. അത്രേ ഉള്ളൂ, നമ്മുടെ ഉള്ളിക്ക് വളരല് കഴിഞ്ഞു. നന്നായിട്ട് ഉള്ളി ഉണ്ടാവും. മഴയൊന്നും പെയ്യാതിരുന്നാൽ മതി. നമ്മുടെ ഇതേപോലത്തെ ഒരു കാലാവസ്ഥയിലാണെങ്കിൽ കുഴപ്പമില്ലാണ്ട് സുഖമായിട്ട് ഉള്ളി ഉണ്ടായി കിട്ടും. ഉള്ളിയുടെ കിടക്കില് വെള്ളം അധികം നിൽക്കരുത്. അന്ന് നന ഉണ്ടാവും വേണം, വെള്ളം ഇങ്ങനെ വാർന്ന് പോവും വേണം, എങ്കിൽ മാത്രമായിട്ട് ഉള്ളി ഉണ്ടാവുക. ഇനിയിപ്പോ എന്നിട്ടാണെങ്കിൽ നമ്മളിന്ന് കാലത്ത് കുമ്പളങ്ങയില പൊട്ടിച്ചത്. അപ്പൊ ഞാനിന്ന് കുമ്പളങ്ങി വാങ്ങിച്ച് ഉപയോഗിക്കുന്ന കറിയൊക്കെയാണ് വിൽക്കാന്ന് വിചാരിച്ചു നോക്കുന്നത്. അപ്പൊ നമുക്ക് മായൂരും പൊട്ടിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോവാം. പിന്നെ അത് മാത്രമേ പപ്പായ ഉണ്ട് പൊട്ടിക്കാനായിട്ട്, അതും പൊട്ടിക്കണം. ഇന്ന് 2 മാങ്ങ പൊട്ടിക്കാം നമുക്ക്. ഈ സമയത്തായ കാരണം അധികം പുളി ഉണ്ടാവോ ഇല്ല. അന്ന് ഞാൻ ചമ്മന്തിക്ക് പൊട്ടിച്ചപ്പോ വലിയ പുളി ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് കാരണം 2 എണ്ണം പൊട്ടിക്കുന്നുണ്ട് ട്ടാ. അയ്യോ, 2 എണ്ണം വേണ്ടേന്നുള്ള 3 എണ്ണം വീണിട്ടുണ്ട്. അത് 3 കൊണ്ടുവന്ന് നമുക്ക് തോട്ടി പിടിക്കി വെക്കട്ടെ. 3 മാങ്ങ എല്ലാട്ടും വീണ് നോക്കണേ. 1 2 ഞാൻ ഈ 3 എണ്ണം കണ്ടുള്ളൂ, പക്ഷെ അവിടെ എടുക്കുന്നുണ്ട്. അയ്യോ, 5 എണ്ണം വീണു. ഈ സമയത്ത് മാങ്ങ കൂടുതൽ വീണോണ്ട് കുഴപ്പമില്ല. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുകയും ചെയ്യാം. എനിക്കിപ്പോ 2 എണ്ണം മതി. ഇനിയിപ്പോ എന്നിട്ടാന്നറിയോ, നമ്മുടെ ഇതോടെ ഇരിക്കട്ടെ, നമ്മുടെ പപ്പായ കൂടി പൊട്ടിക്കണം. നമ്മുടെ പപ്പായ ഞാനൊരു ചെറിയൊരു കളർ കയറിയിട്ട് പൊട്ടിക്കാന്ന് വെച്ചിട്ട് ഗിൽറ്റിട്ട് വെച്ചതാട്ടാ. അപ്പൊ എന്താണ് ഈ സമയത്ത് ഇങ്ങനെ ഈ ഒരു കളർ വരുമ്പോഴല്ല തിന്നാൻ ടേസ്റ്റ് കൂടുതൽ. അപ്പൊ ഈ പപ്പായ എന്തോരം പപ്പായ ഉണ്ടായിട്ടാവണേ നമുക്ക് കഴിഞ്ഞു തുടങ്ങി. ഇനി ഇത് ഉണ്ടാവില്ല കേട്ടാ. ഈ ഒരാളിത് ഈ ചെറുത് വലുതാവാൻ സാധ്യത ഒന്നുമില്ല. അപ്പൊ ഇത് നമുക്ക് പോവാൻ നമ്മുടെ വളം കൊണ്ടുവന്ന ബക്കറ്റ് നിങ്ങൾ ഒതുക്കിയിരിക്കട്ടെ. പോവാട്ടാ.
അമ്മത്തി ഇപ്പൊ എന്റെ മോന്റെ അടുത്തേക്കിട്ടാ ഓടി വരാം. ആ എത്തി. ഇന്നപ്പൊ ഞാനുണ്ടല്ലോ നോക്കി നമ്മുടെ കുമ്പളങ്ങ പൊട്ടിച്ചു കൊണ്ടൂടെ കൊണ്ടുവന്നുണ്ട്. ഇത് നമുക്ക് മുറിച്ച് നോക്കാം കേട്ടാ. എന്തായാലും ഇത്രയും വലിയ കുമ്പളങ്ങ ആകുമ്പോ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ല ഇത് മുറിക്കുമ്പോ ഇതിന്റെ ഉള്ളിൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് കാണാനായിട്ട്. അപ്പൊ ഇതാ നല്ല കനമുണ്ട് കേട്ടോ കുമ്പളങ്ങക്ക്. ചെറിയൊരു കഷ്ണം മതിയാവട്ടെ നമുക്ക്. ഇത് എത്രയും ഭാഗം മുറിച്ചെടുക്കണുള്ളൂ. കാണുമ്പോ തന്നെ നല്ല തുടള്ളൊരു കുമ്പളങ്ങയായിട്ട് എനിക്ക് തോന്നുന്നു. അതെ നോക്കിയേ, നല്ല കുമ്പളങ്ങ. കുറച്ച് ചോറുള്ളൂ, എത്രയും മതി നമുക്ക്. ഇത് നുറുക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് എടുക്കാലോ കഷ്ണം. അപ്പൊ ഇത് ഞാൻ ഇങ്ങോട്ട് നീക്കി വെക്കട്ടെ. നീക്കല്ല, അവിടെ കൊണ്ടുവന്ന് വെക്കട്ടെ കേട്ടാ. അപ്പൊ ഇന്ന് ഞാനുണ്ടല്ലോ നമ്മുടെ കുമ്പളങ്ങയും അതേപോലെ തന്നെ ഒരു മാങ്ങയും. പരിപ്പൊന്നും വേണ്ട കേട്ടാ, വെറുതെ കുമ്പളങ്ങ മാങ്ങി മാത്രം മതി. വളരെ എളുപ്പത്തിൽ ഭയങ്കര സിമ്പിൾ ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നമ്മൾ വെക്കുന്നത്. അപ്പൊ നമുക്ക് കുമ്പളങ്ങയുടെ തൊലിച്ചെടുക്കാം. ഈ ഉള്ളിലത്തെ ഈ ഒരു ചെറിയൊരു ഭാഗം ഇത്ര കളയുള്ളൂ, കണ്ട നൈസായിട്ട് കളയുള്ളൂ. നോക്കി എന്തൊരു കനളാന്ന് നോക്കിയോ നമ്മുടെ കുമ്പളങ്ങ. നമുക്കുണ്ടല്ലോ ഇതാ കുമ്പളങ്ങ ഇഷ്ടമുള്ള രീതിയിൽ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കാട്ടാ. അപ്പൊ ഇത് ഇത്തിരി കനുള്ള കുമ്പളങ്ങ ആയി കാരണം ഞാൻ അതാ ഇങ്ങനെ സെന്റർ കൂടി മുറിച്ചിട്ടാണ് കഷ്ണങ്ങളാക്കണേ. ഇത് ഈ ഒരു വലുപ്പത്തിലായിട്ട് നുറുക്കിയെടുക്കണേ. എന്താ നമ്മുടെ കുമ്പളങ്ങ നോക്കിയേ, നുറുക്കി വരുമ്പോ കഷ്ണം എന്താ നന്നായിട്ട് കഷ്ണമുണ്ട്. ഇപ്പൊ നമുക്ക് നേരെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. കഴുകണമെങ്കിൽ കഴുകിയെടുക്കാട്ടാ. അപ്പൊ നമ്മുടെ വീട്ടിലത്തെ കുമ്പളങ്ങയാണ്, നല്ലതാണ്, തൊലി ചെത്തി. അപ്പൊ നമ്മൾ കഴുകണില്ല, ആ വെള്ളം അതേപോലെ തന്നെ കഴുകി കളയണില്ല, ഉപയോഗിക്കാണ് ചെയ്യണേ കേട്ടാ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി സ്ഥലങ്ങൾ വേണം. അപ്പൊ ഞാൻ ഈ സ്ഥലം ഒന്ന് ഒതുക്കട്ടെ കേട്ടാ. ഇനി നമ്മൾ ഇതൊക്കെ മാങ്ങ തൊലി ചെത്തി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടാ. അപ്പൊ ഇതാ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കഷ്ണമായിട്ട് നുറുക്കുന്നത്. കാരണം എന്താണെന്നറിയോ, ഈ മാങ്ങ പെട്ടെന്ന് ഉടയും. അപ്പൊ വലിപ്പത്തിൽ തന്നെ ഞാൻ നുറുക്കുന്നുണ്ട്. ഇനി അതേപോലെ നമ്മൾ അതിലേക്ക് ഇതാ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടാ. ഇത് നമുക്ക് നടുക്കിണ്ടി കൊടുക്കാം. നമുക്കതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ടാ. അപ്പൊ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അത് കാരണം തന്നെ നമ്മൾ മുളക് പൊടി ഇടുമ്പോൾ ഒന്ന് സൂക്ഷിച്ചിട്ടോളൂ. അപ്പൊ ഞാൻ 1 ടീസ്പൂണും ഇതാ ഒരു 1/4 ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതാ മഞ്ഞപ്പൊടി ഇതാ 1/2 ടീസ്പൂണ് മഞ്ഞപ്പൊടി, ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടാ. അപ്പൊ ഞാനിതാ ഒരു 3/4 ടീസ്പൂണിന്റെ അടുത്തേക്ക് ഉപ്പും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൈകൊണ്ട് ഇങ്ങനെ അമർത്തുമ്പോ കുമ്പളങ്ങ മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ മതിയിട്ട് നമുക്ക് വെള്ളം കണ്ട. നമുക്കിതാ തീ കത്തിച്ച് ചട്ടി അടപ്പത്ത് നമുക്ക് കഴിക്കാം, മൂടി വെക്കാം കേട്ടാ. പെട്ടെന്ന് വേവും, കുമ്പളങ്ങയാണല്ലോ, ഇന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുണ്ടല്ലോ ഇതാ ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടാ.
അതിലേക്ക് നമ്മളിതാ ഒരു 1/2 ടീസ്പൂൺ ജീരകമാണ് ഇട്ട് കൊടുക്കണേ. ഇത് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. നല്ല വെണ്ണ പുഴന്ന് അടിച്ചെടുക്കണം കേട്ടാ. ഇതടിച്ചോണ്ടിട്ട് നമുക്കുണ്ടല്ലോ ഇതാ മൂടി തുറന്നു വെക്കാം. ഞാൻ ഇതിന്റെ ഇടയിൽ ഒരു വട്ടം ഒന്ന് തുറന്ന് ഇളക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ. ഇപ്പൊ നോക്കി നമ്മുടെ കുമ്പളങ്ങ കണ്ടറിയാട്ടതേ വെന്തിട്ടുണ്ട്. എന്താ ഇനി നമുക്ക് ഇതിലേക്കുണ്ടല്ലോ നാളികേരം ഞാൻ എന്താ നല്ല പേസ്റ്റ് പോലെ തന്നെയാണ് അടിച്ചു കൊണ്ട് നോക്കുന്നത്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടാ. ഒരു തുണ്ട് വെള്ളം ഒഴിച്ചിട്ട് ഈ പാത്രത്തിലേക്ക് കൂടി നമുക്ക് എടുക്കാം. അപ്പൊ നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാറ് കഴുകി വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിലാണ് കണ്ട. അധികം കട്ടിയില്ല, അന്ന് അധികം അഴകൂല. ആ രീതിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോ ഒത്തിരി കട്ടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളം കുറവ് ഒഴിച്ചാൽ മതി. അതല്ല നല്ല അഴവ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് കൂടുതലൊക്കെ ഒഴിക്കുക കേട്ടോ. ഇതിപ്പോ നോക്കി ഈ ഒരു അളവിലാണ്. അപ്പൊ ഇത് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കില്ല. ഒന്ന് തള വരുന്നോടുകൂടി നമ്മൾ ദോശ കേട്ടാ. പെട്ടെന്ന് തന്നെ തള വരും. ഒപ്പം ഞാനിവിടെ ഇതാ തീ കത്തിച്ച് ഒരു ചീനച്ചട്ടി തടപ്പത്ത് കയറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടാ. ഇതേ കണ്ട, ഇതിൽ നോക്കിയേ ഇതേപോലെ അടിവശത്ത് കണ്ട ചെറുതായിട്ട് ഒരു തള വരുന്നുള്ളൂ. ആ സമയത്ത് നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്തു. കൂടുതൽ തിളപ്പിക്കുക ഒന്നും ചെയ്യരുത് കേട്ടാ. ഇത്രേ ഉള്ളൂ ഈ കറി. നല്ല ടേസ്റ്റുള്ളൊരു കറി. അത് മാത്രമല്ല നല്ല രസത്തിൽ വെക്കുന്ന ഒരു കറിയാണ്. നമ്മുടെ ചീനച്ചട്ടി വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചീനച്ചട്ടി ചൂടായതിന് ശേഷമാണ് കേട്ടോ. അപ്പൊ ഞാനിതൊരു 3 ടീസ്പൂണിന്റെ അടുത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടാ. വെളിച്ചെണ്ണ ചൂടായി വന്നു. അതിലേക്ക് നോക്കി നമ്മൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടി തുടങ്ങിയിട്ടാ. അപ്പൊ തന്നെ നമുക്ക് അതിലേക്ക് ഇതാ 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ വീട്ടിൽ മുളക് കേട്ടോ, കാരണം ഇത്ര നീളം. പച്ചമുളകൊക്കെ ഇട്ട് ഒപ്പം തന്നെ നമ്മളിത് അതിലേക്ക് ഒരു 6 പച്ച് ചുവന്നുള്ളി ഇതാ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വെച്ചേ കേട്ടാ. നോക്കി ഇതേപോലെ ഒരു കളർ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടാ. ഇതിന് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കും. നോക്കി നമ്മുടെ കറി റെഡി ആയിട്ടാ. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഷായിട്ടിനെ വിളിക്കട്ടെ കേട്ടാ. ഇങ്ങനെ ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടാ. അടിപൊളിയായിട്ടാ. അത് കുമ്പളങ്ങ കാണുമ്പോ നോക്കിയേ ചൂട് ചൂട് ചൂട്. അടിപൊളിയാ. നല്ല രസമുള്ള കറിയത്. ഇത് വേറെ ഇപ്പൊ ഒന്നും ആവശ്യമില്ലേട്ടാ. ഇതന്നെ ചോറിനാനായിട്ട് ഒറ്റ കറി തന്നെ മതി. ശരി, അത്ര രസമായിട്ടുള്ള കറി. പെട്ടെന്നുണ്ടാക്കാൻ ഏറ്റവും പെട്ടെന്നുണ്ടാക്കാൻ പറ്റുമോ? അതാണ്. നമ്മളെ പരിപ്പും കുമ്പളങ്ങ വെക്കുമ്പോ പരിപ്പ് വേവാനുള്ള സമയം അതൊക്കെ ഉണ്ടല്ലോ. ഇത് അങ്ങനെയൊന്നുമില്ല. പിന്നെ കുമ്പളങ്ങ പെട്ടെന്ന് വേവും ചെയ്തുട്ടാ. അടിപൊളിയല്ലേ? അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിനെ എല്ലാവരും നോക്കിയോളോ. ഇത് വാങ്ങിട്ട് അപ്പൊ പുളിയും പാകന്നെയാ രണ്ടു വന്നല്ലോ. ചോറ് കഴിക്കാനില്ലേ ബെസ്റ്റ് അത്. ശരി, നിർത്തല്ലേ? അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട്